നമസ്കാരം. പ്രധാന വാർത്തകൾ. ടാറിംഗ് പൂർത്തിയായി 4 ദിവസത്തിനകം തന്നെ റോഡ് തകർന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. ചെർപ്പളശ്ശേരി വെള്ളോട്ടുകുറിശി റോഡാണ് പണി പൂർത്തിയായി കൊണ്ടിരിക്കെ ഒരു ഭാഗം തകർന്നത്. പ്രവൃത്തികളിൽ വീഴ്ചയെന്ന് നാട്ടുകാർ. പട്ടാമ്പി മണ്ഡലത്തിൽ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന മാനസമിത്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം. കാലിക പ്രസക്തിയുള്ള പദ്ധതിയെന്ന് ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി ശിവൻകുട്ടി. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക 11 വിദ്യാലയങ്ങളിൽ. ജർമ്മൻ ടെക്നോളജിയിൽ മലപ്പുറം ജില്ലയിലെ ആദ്യ റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പാണ്ടിക്കാട് വള്ളുവങ്ങാട് പാലം തറിപ്പടി കാളങ്കാവ് റോഡാണ് 5 കോടി രൂപ ചെലവഴിച്ച് ജർമ്മൻ ടെക്നോളജിയിൽ നവീകരിക്കുന്നത്. വനിതകളുടെ മികവുകൾ അവതരിപ്പിച്ച് പെരിന്തൽമണ്ണയിൽ ലാ ഫെസ്റ്റ സമാപിച്ചു. വനിതാ കൂട്ടായ്മയായ കൂടെ സംഘടിപ്പിച്ച പരിപാടിയിൽ നടന്നത് വൈവിധ്യമാർന്ന പ്രദർശനങ്ങളും അവതരണവും. ഒറ്റപ്പാലം പാലപ്പുറം മാരിയമ്മൻ ക്ഷേത്രത്തിൽ പൂജാ മഹോത്സവം മെയ് 5 മുതൽ. 3 വർഷത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ടാറിംഗ് പൂർത്തിയായി 4 ദിവസത്തിനകം റോഡ് തകർന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. ചെർപ്പളശ്ശേരി വെള്ളോട്ടുകുറിശി റോഡാണ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നത്. ഇതിന്റെ അടിയിലുള്ള സാധനമാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതെന്താ വെച്ചാൽ എന്റെ പയ്യന്റെ തൊഴുത്തിൽ പുണ്ണാക്ക് കിടക്കണ്ടാവും ഇതേമാതിരി ഫെല്ലറ്റ്. ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ. നിങ്ങളിതൊക്കെ ഒന്ന് കാണണം. ഇത് നമ്മുടെ പാർട്ടി ഭരിക്കുന്ന സ്ഥലത്തുള്ള റോഡിന്റെ അവസ്ഥയാണ്. റോഡാണോ ടാറാണോ ഒരു കുഴപ്പവും കിട്ടില്ല. നമ്മള് നീതി അടച്ച ഞങ്ങൾ മറ്റേ 1000 പതിനായിരത്തിന് 500 രൂപയുടെ കൂലിപ്പണിക്ക് വേണ്ട നീതി അടച്ച കടലാസിൽ നിന്ന് ചെയ്തുണ്ടാക്കുന്നതാണ്. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വെള്ളോട്ടുകുറിശിയിലേക്കുള്ള ഈ റോഡ് ഗതാഗതയോഗ്യമാക്കാൻ തീരുമാനിച്ചത്. തകർന്ന തരിപ്പണമായ റോഡിലൂടെ സഞ്ചരിച്ച് നടുവൊടിഞ്ഞ പ്രദേശവാസികളുടെ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിലാണ് റോഡ് പണിക്കായി നഗരസഭ ഫണ്ട് വകയിരുത്തിയത്. ബസ് റൂട്ടുകളും സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ദിനേന കടന്നുപോകുന്ന വഴിയാണ് ഈ റോഡ്. ചെർപ്പളശ്ശേരി നഗരത്തിൽ നിന്നും പന്നിയംകുറിശി, തൂത, ഇരുമ്പാലശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ബൈപ്പാസ് കൂടിയാണ് വെള്ളോട്ടുകുറിശി റോഡ്. റോഡ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചതോടെ വലിയ പ്രതീക്ഷയോടെയാണ് വെള്ളോട്ടുകുറിശിക്കാർ പണി പൂർത്തിയാകാനായി കാത്തിരുന്നത്. എന്നാൽ പണി പൂർത്തിയായി 4 ദിവസം കഴിഞ്ഞ് മഴ പെയ്തതോടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. റോഡിൻ്റെ പല ഭാഗത്തും കുഴികളും ചാലുകളും രൂപപ്പെടാൻ തുടങ്ങി. വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ടയർ പതിയുന്ന ഭാഗം താഴ്ന്നു പോകുന്ന അവസ്ഥയിലാണ് റോഡ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. 1.5 കിലോമീറ്ററിലധികം ദൂരമുള്ള റോഡിൽ ഭൂരിഭാഗവും ടാറിംഗ് പൂർത്തിയായി. കയറ്റങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിനിടയിലാണ് അസാധാരണമാംവിധം റോഡ് തകർന്നടിയുന്നത്. റോഡ് പണിയിൽ അപാകതകളുണ്ടെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വെറും നാടകം മാത്രമാണ് റോഡ് പണിയെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഇതിപ്പോൾ ഒരു 1.5 വർഷത്തോളമായിട്ട് ഇത് നിരകയാതന അനുഭവിച്ചിട്ട് ആൾക്കാർ ഇത് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഇത് നേരാക്കി വിചാരിച്ച് നമ്മളൊക്കെ സന്തോഷിച്ചു. ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ അത് അവസ്ഥ ഈ സൈഡിലല്ലേ ചാല് പോയിന്ന വഴിയാണത്. അത് നേരങ്ങത്തിൽ ഇടിച്ചിരുത്താതെ അതിൻ്റെ മേലെ ടാറിട്ട് കൊണ്ടുവന്ന പ്രശ്നമാണത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ പണി. ഇപ്പോൾ ഇന്നലെ മഴ ചെയ്തിട്ടപ്പോൾ ഈ കോലം. അപ്പോൾ മഴക്കാലം ഇപ്പോൾ ഈ റോഡ് അത് ജീവിക്കും. നിങ്ങളെ നോക്കി നോക്കി നാട്ടുകാരുടെ അവസ്ഥ അല്ല. അപ്പോൾ എന്താ പറയുക, പണി കഴിഞ്ഞിട്ടൊരു 3-4 ദിവസമായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കൊക്കെ നല്ല പ്രതീക്ഷയായിരുന്നു, സന്തോഷത്തിൽ തന്നെ ഇരുന്നു. വണ്ടിയോട്ട് പോകുന്ന ആൾക്കാരല്ലേ, ഞാനത് ടാക്സി ഡ്രൈവറാണ്, ഓട്ടോറിക്ഷ. നേരാവുന്ന വിചാരിച്ചപ്പോൾ കണ്ടേ, നിങ്ങൾ ലൈവായിട്ട് കണ്ടില്ലേ കോലം. ഇതാണിപ്പോൾ അതിപ്പോൾ ഇലക്ഷനൊക്കെ ആവുന്നുള്ളൊരു ലെവലിൽ ചെയ്തിട്ടാണ് സംഭവം. ഒരു നാട്ടുകാർ കണ്ടിൽ പൊടിയുടെ ലെവലിലേ അതാണിപ്പോൾ കണ്ടാൽ തോന്നുന്നത്. നമ്മൾ നേരങ്ങത്തിലാവും പണിയെന്ന് വിചാരിച്ച്. പക്ഷേ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക, ഇലക്ഷനൊക്കെ അല്ലേ. അപ്പോൾ ഒന്ന് ആൾക്കാരെ സോപ്പിടാനുള്ളൊരു പണിയായിട്ടപ്പോൾ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. പിന്നെ വർക്ക് എടുക്കണമല്ലോ വന്ന് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് തുടങ്ങിയ സമയത്തുള്ള അതാണിപ്പോൾ ഇതിങ്ങനെ നേരാക്കിയിട്ട് എന്താ കാര്യം? ഈ രീതിയിൽ റോഡ് പണി തുടരാനാണ് ഭാവമെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. വെള്ളോട്ടുകുറിശി ചെർപ്പളശ്ശേരി എന്നും പറയുന്ന റോഡാണിത്. വെള്ളോട്ടുകുറിശി പന്നിയംകുറിശി റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥ 5 കൊല്ലം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ റോഡിൻ്റെ അവസ്ഥയാണ്. ഒരു കമ്പിളി പുതപ്പ് വിരിച്ച കനത്തിൽ പോലും ഇതിടാതെ വെറുതെ അതിൻ്റെ മുകളിൽ തേനീച്ചക്കൂട് ഇതിലും ഭേദാ ആ തരത്തിലാക്കിയിട്ട് ഓല് കാശും മേടിച്ച് കൊണ്ടുപോകാം. മുനിസിപ്പാലിറ്റി ഭരിച്ചത് ഓലാകൊണ്ട് ഇപ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ചെയ്യേണ്ട കടമ നാട്ടുകാർ ചെയ്യാണ്. അത്രയും മോശപ്പെട്ട വർക്കാണ് ഈ റോഡിൻ്റെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേണ്ട റോഡുകളൊന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ എന്താ ചെയ്യുക, ഇലക്ഷനായിട്ട് ഒരു പുതപ്പ് വിരിച്ചാണ് പോയിന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ഒരു വണ്ടി പോകാനുള്ളൊരു സെറ്റപ്പ് ഈ റോഡ് ചെയ്തിട്ടില്ലെന്നും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മേഖലയിൽ ആരാണ് ഇതിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുക വെച്ചാൽ വന്ന് നോക്കിയിട്ട് മാത്രമേ ഈ റോഡിന് ഫണ്ട് പാസ്സാക്കാൻ പാടുള്ളൂ.
അത്രയും മോശമായ വർക്കാണ് ചെയ്തു പോയിട്ട് 2 ദിവസമായിട്ടില്ല. അതിൻ്റെ മുന്നേ റോഡ് മോശമായി. ഇതാ പൊളിഞ്ഞ മേഖല, ഈ സ്ഥലം മൊത്തം പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫണ്ട് പാസ്സാക്കുമ്പോൾ ഈ റോഡിൻ്റെ എഞ്ചിനീയർ വന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ ഈ ഫണ്ട് പാസ്സാക്കാൻ പാടുള്ളൂ. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന മാനസമിത്ര സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊപ്പത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കാലിക പ്രസക്തിയുള്ള പദ്ധതിയാണ് മാനസമിത്ര എന്നും പദ്ധതിയുടെ മുന്നോട്ട് പോക്കിനാവശ്യമായ പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പട്ടാമ്പി മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ 11 വിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പാക്കാൻ 3 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി പറഞ്ഞു. മാനസിക വൈകല്യങ്ങൾ, ഡിജിറ്റൽ ആസക്തി തുടങ്ങിയ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായി MLA നിയമസഭ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് സ്കോൾ കേരള ജനറൽ കൗൺസിൽ ഓർഡിനറി വിഷയം ചർച്ചയ്ക്ക് വരികയും ഈ വിഷയം ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിന് ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കാൻ ബഹുമാനപ്പെട്ട MLA ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാനും അധ്യാപകരെ പ്രാപ്തരാക്കുവാനുള്ള ലക്ഷ്യത്തോടെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഒരു ശാസ്ത്രീയ പഠനം നടത്തി സ്കോൾ കേരളയിലൂടെ മാനസമിത്ര പദ്ധതിക്കായി സർക്കാർ ആദ്യഘട്ടത്തിൽ 3 ലക്ഷം രൂപ അനുവദിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ 11 സർക്കാർ സെക്കൻഡറി, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മാനസമിത്രയുടെ ക്ലാസുകൾ സ്വീകരിക്കുവാൻ മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. 2 സെക്ഷനുകളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിൻ്റെ ഭാഗമായി മെയ് മാസത്തിൽ അധ്യാപകർക്ക് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. ഇതിനുശേഷമാണ് മണ്ഡലത്തിലെ 11 വിദ്യാലയങ്ങളിൽ ഈ പദ്ധതി ആവിഷ്കരിച്ച് കാര്യക്ഷമമായി നടപ്പിലാക്കുക. ശ്രദ്ധാ കൺവീനർ KP ആഷിഫ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഉണ്ണികൃഷ്ണൻ, ബേബി ഗിരിജ, പാലക്കാട് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരൻ, AEOമാരായ ബാബുരാജ്, VT ബിന്ദു, പാലക്കാട് DPC ജയപ്രകാശ്, VP മനോജ്, K വേണു, T ഗിരി, ഡോക്ടർ ഹംസ പറമ്പിൽ, ഡോക്ടർ ജിഷ്ണു ജനാർദ്ദനൻ, ഡോക്ടർ MM മഹേഷ്, ഡോക്ടർ നൈസ് മേരി, സോനു S ദേവ്, സ്കോൾ കേരള ഡയറക്ടർ അഞ്ജന, പ്രോഗ്രാം കോർഡിനേറ്റർ M മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വള്ളവങ്ങാട് പാലം തറിപ്പടി കാളങ്കാവ് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി പൂർണ്ണമായും ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി ഗ്രാമസഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5.5 കോടി രൂപ ചെലവഴിച്ചാണ് 5 കിലോമീറ്റർ ദൂരം BC വർക്ക് പുരോഗമിക്കുന്നത്. ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് ജില്ലയിൽ ടാറിംഗ് പ്രവൃത്തി തുടങ്ങിയ ആദ്യ 2 റോഡുകളിൽ ഒന്നാണ് വെള്ളവങ്ങാട് പാലം തറിപ്പടി കാളങ്കാവ് റോഡ്. വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് റോഡ് നവീകരണം എന്നത്. അത് സാധ്യമായപ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിർമ്മാണം നാട്ടുകാർക്ക് ഏറെ ആഹ്ലാദം പകരുന്നതാണ്. കാളങ്കാവ് മുതൽ വാഹനഗതാഗതം നിരോധിച്ചാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. പഴയ റോഡ് ഇളക്കി മുറിച്ചെടുത്ത് പുതിയ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. ഏറ്റവും ഹരിത സൗഹൃദ നിർമ്മാണ രീതി, ചിലവ് കുറവ് എന്നിവയാണ് ഗുണങ്ങൾ. മറ്റു റോഡുകളേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതും FDR സാങ്കേതികവിദ്യയുടെ മേന്മയാണ്. നിലവിലെ റോഡ് യന്ത്രസഹായത്തോടെ പൊളിച്ച് തരികളാക്കി സിമെന്റും ചുണ്ണാമ്പുകല്ലും കാൽസ്യം ക്ലോറൈഡ് അടക്കമുള്ള രാസപദാർത്ഥങ്ങളും കലർത്തി മിശ്രിതമാക്കി പുതിയ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് FDR സാങ്കേതികവിദ്യ. മെറ്റൽ, രാസപദാർത്ഥങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം എന്നിവയുടെ 4 അടുക്കുകളായിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത്. റോഡ് നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങളും ഭീമമായ ചിലവും കുറയ്ക്കാനും FDR സാങ്കേതികവിദ്യയിലൂടെ സാധ്യമാകും. BC വർക്കിന് മുൻപ് സാമി ലെയർ കോട്ടിംഗ് ഉപയോഗിക്കുന്നതിനാൽ മഴക്കാലത്ത് റോഡിനടിയിലേക്ക് വെള്ളം എത്തുന്നതും തടയപ്പെടും. റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഗതാഗതം നിരോധിച്ചുള്ള പ്രവൃത്തിയുമായി നാട്ടുകാർ സഹകരിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം PH ഷമീം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ നാടുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ റോഡിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ ഫണ്ട് ലഭ്യതയുമായി ബന്ധപ്പെട്ടും സഹായിച്ച കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഭരണകൂടങ്ങൾ അടക്കമുള്ള എല്ലാവരെയും സ്മരിച്ചുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളൊക്കെ തന്നെയും ഇലക്ഷനിൽ മത്സരിച്ച കാലത്ത് ആളുകൾ ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ റോഡിൻ്റെ കാര്യം. ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ഞങ്ങളുടെയൊക്കെ കാലാവധി അവശേഷിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ തന്നെ ഞങ്ങളൊക്കെ കാലാവധിക്ക് അവശേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതിൽ വളരെ അധികം അഭിമാനമുണ്ട്. ഈ നാട്ടുകാരുടെ വികാരത്തിനും ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കൊപ്പം നിലകൊള്ളാൻ സാധിച്ചു എന്നുള്ളതിൽ തികഞ്ഞ
ചാരിതാർത്ഥ്യമുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. വനിതകൾ മികവുകൾ അവതരിപ്പിച്ച് ലാ ഫെസ്റ്റോ. വനിതകൾക്കായി പെരിന്തൽമണ്ണയിലെ വനിതാ കൂട്ടായ്മയായ കൂടെ ആണ് ലാ ഫെസ്റ്റോ സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ നടന്നു. പെരിന്തൽമണ്ണയിലെ വനിതാ കൂട്ടമായ കൂടെ സംഘടിപ്പിച്ച 2ാമത് ലാ ഫെസ്റ്റ 2 ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ IMA ഹാളിലാണ് നടന്നത്. വിപണനമേള, പാചകമേള, സാംസ്കാരിക സദസ്സ്, പുസ്തക പ്രകാശനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നു. വിപണന പ്രദർശനമേളയിൽ വനിതകൾ വിവിധ പ്രൊജക്ടുകൾ പ്രദർശിപ്പിച്ചു. നിരവധി പേർ പ്രദർശന വിപണന മേള കാണാനെത്തി. വ്യത്യസ്തവും രുചികരവുമായ വിവിധ വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കിയ പാചകമേള ശ്രദ്ധേയമായി. പാചകമേളയിലെ വിജയികൾക്ക് ക്യൂ സ്പൈസസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ റിസ്വിൻ അഹമ്മദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സാംസ്കാരിക സദസ്സ് നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. വനിതകളെയും സ്ത്രീകളെയൊക്കെ സംരംഭകരാക്കാൻ വേണ്ടി പ്രത്യേകം പ്രോജക്റ്റുകളുമായിട്ട് സർക്കാരുകൾ തന്നെ മുന്നോട്ട് വരുന്നൊരു കാലം. അങ്ങനെയുള്ള കാലത്ത് അവരെ സഹായിക്കാൻ ആരെ കൊണ്ടൊക്കെ കഴിയുമോ അവരൊക്കെ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് നമ്മളെ കൂടെ ഇപ്പോൾ പറഞ്ഞ് 7 വർഷമായിട്ട് പൊതുവെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ വനിതകളുടെ കൂട്ടായ്മയൊന്നും അധികകാലം നീണ്ടുപോകില്ല എന്നുള്ളത്. സിന്താത്തൊക്കെ അവിടെ ചിരിക്കുന്നത്. പക്ഷേ ഒരു അവസരവുമില്ലാതെ 7 വർഷങ്ങൾ നിങ്ങളിതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നഗരസഭാ കൗൺസിലർ പത്തത്ത് ജാഫർ, ഡോക്ടർ KS സീതി, ഡോക്ടർ VU സീതി, IMA ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കൊച്ചു S മണി, IMA വുമൺസ് ചെയർമാൻ ഡോക്ടർ നിഷ, കൂടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇന്ദിര നായർ, പ്രസിഡന്റ് ഡോക്ടർ ഫെബിന സീതി തുടങ്ങിയവർ പങ്കെടുത്തു. കൂടെ പ്രസിഡന്റ് ഡോക്ടർ ഫെബിന സീതി എഴുതിയ ഗിസ്സകളുടെ കിതാബ് എന്ന പുസ്തകം പരിപാടിയുടെ ഭാഗമായി പ്രകാശനം ചെയ്തു. തലമുറകളിലൂടെ എന്ന പരിപാടിയും നടന്നു. നാം ദിവസവും കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും സംബന്ധിച്ച് ചോദ്യമുയർത്തി അവതരിപ്പിച്ച ഇതെൻ്റെ കേരളമാണ് പരിപാടിയും ശ്രദ്ധേയമായി. വനിതകളുടെ വിവിധ കലാപരിപാടികളും നടന്നു. വനിതകളുടെ മികവുകൾ പ്രകടിപ്പിച്ചതോടൊപ്പം തങ്ങൾക്ക് പ്രചോദനമായ പരിപാടിയായി ലാ ഫെസ്റ്റ് മാറിയെന്ന് വനിതാ കൂട്ടായ്മ ഭാരവാഹികളായ ഡോക്ടർ ഫെബിന സീതി, അഡ്വക്കേറ്റ് ഇന്ദിര നായർ എന്നിവർ പറഞ്ഞു. 2 ദിവസമായി കൂടെ നടത്തിയ ലാ ഫെസ്റ്റ സീസൺ 2 ഒരു വലിയ വിജയമായി. പല സ്ത്രീകൾക്കും അവരുടെ കഴിവുകളെ, അത് ആർട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ് മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഫുഡായിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും അവർക്കത് കാണിക്കാൻ ഒരു വേദി കൂടെ ഒരുക്കി. അപ്പോൾ ഇനിയും കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരാൻ തീർച്ചയായിട്ടും ലാ ഫെസ്റ്റ സീസൺ 2 സഹായിച്ചു എന്ന് തന്നെ പറയാം. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ലാ ഫെസ്റ്റ സീസൺ 2 അവസാനിച്ചിരിക്കുകയാണ്. ഇത് ഒരുപാട് സ്ത്രീകൾക്ക് അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരവരുടെ ജീവിതമാർഗം, അതായത് സാമ്പത്തിക അരാജകത്വത്തിൽ നിന്ന് മാറി സമ്പത്ത് തന്നിലേക്ക് കിട്ടാനായിട്ട് അവരുടെ ഒരു വിപണന മേളയാണ് ഒരുക്കിയിരുന്നത്. അതെല്ലാം നന്നായിട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷത്തോടെയാണ് പോയത്. 2 ദിവസം നല്ലൊരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു ഈ ഇടം. ചെറിയ പ്രായത്തിൽ തന്നെ കാരുണ്യത്തിന്റെ വലിയ സന്ദേശം പകർന്ന് കുട്ടികൾ അവധിക്കാലത്ത് കളികളിലും മറ്റ് വിനോദങ്ങളിലും ഏർപ്പെടുന്നതിനു പകരം തങ്ങളുടെ നാട്ടിലെ കരൾ രോഗിയെ സഹായിക്കാൻ വഴിയരികിൽ താൽക്കാലിക കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് 6 വിദ്യാർത്ഥികൾ. ചെത്തല്ലൂർ സ്വദേശിയായ കോന്നോടൻ സിദ്ദിഖിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നാട് മുഴുവൻ കൈകോർക്കുമ്പോൾ അതിലേക്ക് തങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യുകയാണ് ഈ കൊച്ചുമിടുക്കന്മാർ. വേനലവധിയിൽ റോഡരികിൽ കുട്ടികളുടെ ഇത്തരം കടകൾ സാധാരണമാണെങ്കിലും ഈ കടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ഇവർക്ക് പണം കണ്ടെത്താൻ ഇവർ കെട്ടിയുണ്ടാക്കിയതല്ല, മറിച്ച് ഇവരുടെ നാട്ടുകാരനായ കോന്നോടൻ സിദ്ദിഖിനെ സഹായിക്കാൻ ഇവർ കണ്ടെത്തിയ ഒരു ചെറിയ ഉപാധിയാണ്.
കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ സിദ്ദിഖ് ചികിത്സയിലാണ്. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ 40 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. ഇതിനായി നാട് മുഴുവൻ ഒന്നിച്ച് പ്രയത്നിക്കുമ്പോൾ അതിലേക്കൊരു കൈത്താങ്ങാവുകയാണ് ഈ കൊച്ചുകുട്ടികളുടെ ലക്ഷ്യം. ചെത്തല്ലൂർ കരിങ്കലത്താണി റോഡരികിലാണ് ഇവരുടെ കട. മുതിർന്നവർ പണം കണ്ടെത്താൻ ഓടി നടക്കുന്നതും അതിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതും ഇവരുടെ മനസ്സിലും കാരുണ്യത്തിൻ്റെ വിത്ത് പാകി. വെറുതെ ഇരുന്നാൽ ശരിയാവില്ല. സിദ്ദിഖയുടെ ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണം. അതിന് ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്നത് ചെയ്യുന്നു. കൂട്ടത്തിലെ മുഹമ്മദ് റിയാൻ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ: നമ്മുടെ എല്ലാമായ നമ്മുടെ നാട്ടുകാരനായ സിദ്ദിഖാക്കുവിൻ്റെ ചികിത്സാ സഹായത്തിന് ആയിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു സംരംഭം ഇങ്ങനെ തുടങ്ങിയിട്ടത്. ഇപ്പോൾ കുറേ ആൾക്കാർ എല്ലായിടത്തും പിരിച്ചാൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ഈ കടയിൽ നിന്നിട്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ഉണ്ടാക്കിയിട്ട് സിദ്ദിഖാക്കുവിൻ്റെ ചികിത്സാ സഹായത്തിനായി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 2 മരത്തിനോട് ചേർന്ന 2 മരക്കമ്പുകൾ നാട്ടി അതിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞാണ് കുട്ടികൾ കട നിർമ്മിച്ചത്. സിദ്ദിഖിൻ്റെ ഫോട്ടോ പതിച്ചുള്ള ഫ്ലക്സും കടയുടെ മുന്നിൽ തൂക്കിയിട്ടുണ്ട്. മിഠായിയും ലൈസ് ചിപ്സ് പോലെയുള്ള ഐറ്റംസും ഉണ്ട്. മാങ്ങയും പൈനാപ്പിളും ഉപ്പിലിട്ടതാണ് ഇവരുടെ സ്പെഷ്യൽ. കരിങ്കലത്താണിയിലെ ഹോൾസെയിൽ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്. ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരുന്ന 500 രൂപ മുതൽ മുടക്കിയാണ് കട തുടങ്ങിയതെന്ന് മുഹമ്മദ് ഷയാൻ പറഞ്ഞു. ഇവിടെ നല്ല കാടും പുല്ലൊക്കെ ഇരുന്നു. അതൊക്കെ ഞങ്ങൾ ചെത്തി മഴയൊക്കെ വന്നപ്പോൾ ഈ സീറ്റൊക്കെ ഇങ്ങനെ ഇതായി വന്നു. പിന്നെ ഞങ്ങൾ ശരിയാക്കി. പിന്നെ ഞങ്ങൾ ഇവിടെ കുറേ ഇറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇറുമ്പുകളെ മാറ്റി അവിടെ ഇതൊക്കെ വിരിച്ച് നേരാക്കിയിട്ട് ഇതായതാണ്. കടയിൽ മാങ്ങ, പൈനാപ്പിൾ, ഇംലി, മെലഡി, സർവത്തുകൾ, ബൂസ്റ്റ് ഉൽക്കി, മുട്ടായികൾ, അങ്ങനത്തെ എല്ലാ സ്ട്രോബെറി, പൈനാപ്പിൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. കടയും കുട്ടികളെയും കണ്ട് കൗതുകമായി വാഹനം നിർത്തി സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് മിക്ക ആളും കടയുടെ ഉദ്ദേശം ചികിത്സാ സഹായമാണെന്ന് അറിയുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കട ഉണ്ടാവും. ഈ വഴി പോകുന്ന ഓരോ ആളുകളും 10 രൂപയുടെ സാധനങ്ങളെങ്കിലും വാങ്ങി ഇവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ ഉനൈസ് പറഞ്ഞു. ചെത്തല്ലൂരിലെ കുറച്ച് വിദ്യാർത്ഥികൾ വ്യത്യസ്തമായൊരു പരിപാടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മളെ സിദ്ദിഖ് ചികിത്സാ സഹായ സമിതിയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സയിലേക്ക് അവരാൾ കഴിയുന്ന ഒരു സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. മിഠായികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ വഴിക്ക് വരുന്ന ആളുകൾ ഇതുമായി സഹകരിക്കണം. ഈ ചികിത്സാ സഹായങ്ങളുമായി സഹകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന് മാത്രം സൂചിപ്പിക്കും. അയൽവാസികളും വിദ്യാർത്ഥികളുമായ മുഹമ്മദ് റിയാൻ, മുഹമ്മദ് ഷയാൻ, മുഹമ്മദ് നാസിഹ്, മുഹമ്മദ് റിസാൻ, അഹമ്മദ് അമൻ, മുഹമ്മദ് അജ്സൽ എന്നിവരാണ് കടയുടെ നടത്തിപ്പുകാർ. സിദ്ദിഖിൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ വാർത്തയോടൊപ്പം കാണിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായം നൽകാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് PMAY ഗുണഭോക്തൃ സംഗമം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ഷാബിറ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ ഭവന പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്യുമ്പോൾ 1,20,000 രൂപ എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ ഗുണഭോക്താവിനും നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 60% കേന്ദ്ര ഗവൺമെന്റും 40% ഏത് സംസ്ഥാനത്താണോ ഈ വീട് അനുവദിക്കുന്നത് ആ സംസ്ഥാന ഗവൺമെന്റും അനുവദിച്ചുകൊണ്ട് 1,20,000 രൂപ വീട് വയ്ക്കുന്നതിന് വേണ്ടി നൽകുക എന്നുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ 1,20,000 രൂപ കൊണ്ട് ഒരു വീട് വെക്കുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. കേരളത്തിൽ ഭവന പദ്ധതികൾക്ക് നൽകുന്നത് 4 ലക്ഷം രൂപയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക്കുട്ടി എടത്തോൾ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ഉണ്ണികൃഷ്ണൻ, ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PTM ഫിറോസ്, K. ബിന്ദു, P. പ്രസന്ന, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ KP സുപ്രഭ, എക്സ്റ്റൻഷൻ ഓഫീസർ TB ഷിജു, ജോയിന്റ് BDO CP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം താലൂക്ക് പ്രസ് ക്ലബിന്റെ അർദ്ധവജ്ര ജൂബിലി ആഘോഷം മെയ് 1 വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ VK ശ്രീകണ്ഠൻ MP,
കെ പ്രേംകുമാർ MLA, സംവിധായകൻ ലാൽ ജോസ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലത്ത് 1994 മുതലാണ് താലൂക്ക് പ്രസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത്. ദേശാഭിമാനി ലേഖകനായിരുന്ന ഇ. രാമചന്ദ്രൻ പ്രസിഡന്റായി രൂപം കൊണ്ട താലൂക്ക് പ്രസ് ക്ലബ്ബ് 3 പതിറ്റാണ്ട് പിന്നിടുകയാണ്. 30ാം വാർഷികം വിപുലമായി സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഈ വരുന്ന മെയ് 1 വൈകിട്ട് 6 മണി മുതൽ പാലപ്പുറം ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ആഘോഷ പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ ഫിറോസ് കെ പടിഞ്ഞാറക്കര അധ്യക്ഷനാകും. 30ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സ്മരണിക VK ശ്രീകണ്ഠൻ MP പ്രകാശനം ചെയ്യും. ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ, സംവിധായകൻ ലാൽ ജോസ് എന്നിവർ മുഖ്യാതിഥികളാകും. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച CML ട്രസ്റ്റ് ചെയർമാൻ U. പമ്പാവാസൻ, നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P. കൃഷ്ണദാസ്, നില ഗ്രൂപ്പ് MD മുസ്തഫ, PT ആർട്സ് ചെയർമാൻ യാസിർ പുതിയടത്ത്, കവിത ഗോൾഡൻ ഡയമണ്ട് MD TP രാജഗോപാൽ തുടങ്ങിയവരെ ആദരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ തരംഗമായി മാറിയ 11 വയസ്സുകാരി വയലിനിസ്റ്റ് ഗംഗാ ശശിധരൻ അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ അരങ്ങേറും. പരിപാടിക്കുള്ള പ്രവേശന പാസ് വിതരണം അവസാന ഘട്ടം എത്തി നിൽക്കുന്നതായും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം പ്രസ് ക്ലബിൻ്റെ 30ാമത്തെ വാർഷികാഘോഷം ഈ മെയ് ദിനത്തിൽ മെയ് 1 ഒറ്റപ്പാലം പാലപ്പുറത്തെ ലക്ഷ്മിനാരായണ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാന്യനായ മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് പാർലമെന്റ് അംഗം VK ശ്രീകണ്ഠൻ, ഒറ്റപ്പാലം MLA ശ്രീ കെ പ്രേംകുമാർ, ചലച്ചിത്ര സംവിധായകനും നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ ലാൽ ജോസ് എന്നിവരും പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വലിയ ഒരു പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഏകദേശം 5 വർഷത്തിനുള്ളിൽ 50 പേർക്ക് കേരളത്തിൽ വീട് വെച്ചു കൊടുക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ശ്രീ U. പമ്പാവാസൻ നായർ. അദ്ദേഹം ബഹ്റൈനിലും സൗദി അറേബ്യയിലും ആയിട്ടൊരു അമാദ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത ഒരാളാണ്. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട്. സംഘാടക സമിതി ചെയർമാൻ ഫിറോസ് കെ പടിഞ്ഞാറക്കര, കൺവീനർ മനോജ് സ്റ്റീഫൻ, പ്രസ് ക്ലബ് സെക്രട്ടറി K. രാഗേഷ്, പ്രസിഡന്റ് M. സനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവം മെയ് 5 മുതൽ 10 വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. 3 വർഷത്തിലൊരിക്കലാണ് ഉത്സവം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 5 രാവിലെ 6:30 ചിനക്കത്തൂർക്കാവിൽ നിന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പ്, 7:30 അഭിഷേക പൂജകൾ, അലങ്കാര പൂജകൾ, വൈകിട്ട് 4 ലളിതാ സഹസ്രനാമ സമൂഹാർച്ചന, 6:30 ദീപാരാധന, 6:45 ആദരായണം, 7 നൃത്തനൃത്തങ്ങൾ, 6 ചൊവ്വ രാവിലെ 8 പുള്ളുവൻപാട്ട്, ക്ഷേത്രമുറ്റത്ത് മാരിയമ്മൻ പൊങ്കൽ പൂജ, പകൽ 2 ഉടുക്കടിപ്പാട്ട്, വൈകിട്ട് 5 മാരിയമ്മൻ സത്യകുംഭം എഴുന്നള്ളിപ്പിനായി ചിനക്കത്തൂർക്കാവിലേക്ക് പുറപ്പെടൽ, 6:30 ദീപാരാധന, 7 ഭജന, രാത്രി 8 ആന, പഞ്ചവാദ്യം, തെയ്യം, ശിങ്കാരിമേളം, ഉടുക്കടിപ്പാട്ട്, അഗ്നിതാലം എന്നിവയുടെ അകമ്പടിയോടെ ചിനക്കത്തൂർക്കാവിൽ നിന്ന് മാരിയമ്മൻ സത്യകുംഭം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. രാത്രി 12 മാരിയമ്മൻ സത്യകുംഭ ക്ഷേത്രത്തിൽ എത്തും. തുടർന്ന് കുംഭം ഇറക്കി പൂജ, 7 രാവിലെ 5:30 ആന, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടി മാരിയമ്മൻ 1-ാം മാവ് വിളക്ക് എഴുന്നള്ളിപ്പ്, 9 ഉടുക്കടിപ്പാട്ട്, ക്ഷേത്ര തിരുമുറ്റത്ത് മഹാകാളിയമ്മൻ പൊങ്കൽ പൂജ, വൈകിട്ട് 3 നാദസ്വര മേളത്തോടുകൂടി മാരിയമ്മൻ 2-ാം മാവ് വിളക്ക് എഴുന്നള്ളിപ്പ്, 5 മഹാകാളിയമ്മൻ കുംഭം എഴുന്നള്ളിപ്പിനായി ചിനക്കത്തൂർക്കാവിലേക്ക് പുറപ്പെടൽ, 6:30 ദീപാരാധന, രാത്രി 8 ആന, പാണ്ടിമേളം, ഉടുക്കടിപ്പാട്ട്, അഗ്നിതാലം, നാദസ്വരം, തകിൽ, കരകാട്ടം, കാവടിയാട്ടം എന്നിവയുടെ അകമ്പടിയോടുകൂടി ചിനക്കത്തൂർക്കാവിൽ നിന്ന് മഹാകാളിയമ്മൻ കുംഭം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. 12 മഹാകാളിയമ്മൻ കുംഭം ക്ഷേത്രത്തിലെത്തും. തുടർന്ന് കുംഭം ഇറക്കി പൂജ, 8 രാവിലെ 5:30 ആന, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി മഹാകാളിയമ്മൻ 1-ാം മാവ് വിളക്ക് എഴുന്നള്ളിപ്പ്, 8 നാദസ്വരം മേളത്തോടുകൂടി മഹാകാളിയമ്മൻ 2-ാം മാവ് വിളക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് 3 ചിനക്കത്തൂർക്കാവിൽ നിന്നും നാദസ്വരം, ചെണ്ടവാദ്യം, പ്രാചീന ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി മുത്തുക്കുമാരൻ നയനാർ സ്വാമി അഴയിപ്പ് ആനയിക്കൽ,
വൈകിട്ട് 7-ന് സ്റ്റാർ സിംഗർ ഫെയിം, ബൽറാം അനുശ്രീ എന്നിവർ നയിക്കുന്ന സ്വരലയം, മെയ് 9-ന് രാവിലെ 5:30-ന് നാദസ്വരമേളത്തോടുകൂടി മുത്തുകുമാരൻ നായനാർ സ്വാമി മാവ് വിളക്ക്, പകൽ 2-ന് അലക് ചാർത്തൽ, രാത്രി 8-ന് തേരുകൾ നഗരപ്രദക്ഷിണം കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തിച്ചേരൽ, 10-ന് രാവിലെ 8-ന് കുംഭങ്ങൾ നിമജ്ജനത്തിന് മഞ്ഞൾ നീരാട്ടോടെ നാദസ്വരമേള അകമ്പടിയോടെ ചിനക്കത്തൂർക്കാവിലേക്ക് പുറപ്പെടൽ എന്നിവ നടക്കും. പകൽ 12-ന് ചിനക്കത്തൂർ ക്ഷേത്രക്കുളത്തിൽ കുംഭം നിമജ്ജനം. 1-ന് കൊട്ടിയിറക്കലോടെ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവം സമാപിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന പൂജാ മഹോത്സവം 2025 മെയ് 5 മുതൽ 10 കൂടിയ ദിവസങ്ങളിൽ നടക്കുവാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഏപ്രിൽ 25 വെള്ളിയാഴ്ച കൊടിയേറ്റം ചടങ്ങ് നടന്നു കഴിഞ്ഞു. കൊടിയേറ്റം ചടങ്ങിൻ്റെ തുടക്കം മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 11-11:30 വരേക്ക് ഉത്സവക്കളി, മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ തനതായ ആചാര ഉത്സവക്കളി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് കൃത്യമായി നടത്തി വരുന്നുണ്ട്. 5-ാം തീയതി ചിനക്കത്തൂർ കാവിൽ നിന്നും എഴുന്നള്ളിക്കുന്ന പാൽക്കുടം എഴുന്നള്ളിപ്പ് ഏതാണ്ട് 300ഓളം വനിതകൾ തലയിൽ പാൽക്കുടവും ഏറ്റിക്കൊണ്ട് ക്ഷേത്രത്തിൽ വന്ന് അത് അഭിഷേകം ചെയ്യുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അന്ന് അന്നദാനവും അതിനുശേഷം ലളിത സഹസ്രനാമ അർച്ചനയും നടക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി, ട്രഷറർ ആർ നടരാജൻ, ഉത്സവ കമ്മിറ്റി സെക്രട്ടറി എ ഭക്തവത്സരൻ, ജോയിന്റ് സെക്രട്ടറി എൻ സോമസുന്ദരൻ, എ സദാനന്ദ പുലവർ എന്നിവർ പങ്കെടുത്തു. നെല്ലായ പഞ്ചായത്ത് MSF സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലി നടത്തി. വിവിധ യൂണിറ്റുകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. നെല്ലായ സിറ്റിയിൽ നിന്നും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസത്ത് മാടാല, MSF പ്രസിഡന്റ് ഹാമിദ് മോളൂരിന് പതാക കൈമാറി ആരംഭിച്ച റാലി പേങ്ങാട്രി സെന്ററിൽ സമാപിച്ചു. പഞ്ചായത്ത് MSF നേതാക്കൾ റാലിക്ക് നേതൃത്വം നൽകി. പേങ്ങാട്രി സെന്ററിൽ നടന്ന പൊതുസമ്മേളനം MSF ജില്ലാ പ്രസിഡന്റ് KU ഹംസ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഹാമിദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത്, M ഈരാൻ ഹാജി, മേലാടിൽ വാപ്പുട്ടി, മാടാല മുഹമ്മദ് അലി, ഉനൈസ് മാരായമംഗലം, KP മുഹമ്മദ് കുട്ടി, നാസിഫ് തുടങ്ങിയവരും മറ്റ് നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. MSF കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ, ജാഥ ക്യാപ്റ്റൻ സ്വാലിഹ് EPK പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കുന്നതാണ് ലഹരി. ആരോഗ്യത്തെയും നശിപ്പിക്കുന്നു. മാരക രോഗങ്ങൾ വരുത്തി വരുത്തുന്നത് ലഹരി മൂലമാണ്. അതിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മളത് പോരാട്ടം അവസാനം വരെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അവസരത്തിൽ കൂടുതലായി ഒന്നും പറയുന്നില്ല. ലഹരിയെ അകറ്റാൻ മൂല്യമുള്ള തലമുറ, സാംസ്കാരിക സമ്പന്നമായ സമൂഹം എന്ന പ്രമേയത്തിലാണ് ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തിയത്. കരിമ്പുഴ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി വൈകുന്നേരത്തോടുകൂടി കോട്ടപ്പുറം സെന്ററിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സമാപിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി PM മുഹമ്മദ് അലി, MSF ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് ഷമീർ പമ്പ്ര, പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഹബീബ് തങ്ങൾ, വാർഡ് മെമ്പർ PK ബഷീർ, പഞ്ചായത്ത് യൂത്ത് ലീഗ് ട്രഷറർ PK സുലൈമാൻ, വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് MP അക്ബർ, MSF മണ്ഡലം വൈസ് പ്രസിഡന്റ് ജാസിർ കൊല്ലങ്കോട്, ജാഥ കോർഡിനേറ്റർ സിനാൻ അലിക്കൽ, പ്രവർത്തന സമിതി അംഗങ്ങളായ നാഫിഖ് കോരത്ത്, റബീഹ് തോട്ടര, നാസിബ്, സിനാൻ, ഷഫീഖ്, സഫാൻ എന്നിവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കടമ്പഴിപ്പുറം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. ഭീകരവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. കടമ്പഴിപ്പുറം SBI ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മൗനജാഥയിൽ കടമ്പഴിപ്പുറം ഹൈസ്കൂൾ SPC NCC കേഡറ്റുകൾ, കടമ്പഴിപ്പുറം ടൈഗേഴ്സ് അക്കാദമിയിലെ കേഡറ്റുകൾ, സാംസ്കാരിക വേദിയുടെ സംഗീത കൂട്ടായ്മയായ ദേവകാന്താരം മ്യൂസിക് ട്രൂപ്പിലെ അംഗങ്ങൾ എന്നിവരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും പങ്കെടുത്തു. തുടർന്ന് ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് നടന്ന യോഗത്തിൽ ജേക്കബ്, പൊന്നിൽ വേണു, ശ്രീജിത്ത് മേനോൻ, PB ശ്രീനാഥ്, E കൃഷ്ണൻ, ഇന്ദിര ആനന്ദ്, NK സതീഷ്, C നാരായണൻ എന്നിവർ സംസാരിച്ചു. വിമൽ ഗോപുരം, പള്ളിക്കര ബാലൻ മാസ്റ്റർ, മനോജ് MA, വാസുദേവൻ, അജിത് പ്രസാദ്, വൈപ്പൂർ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകിയ പരിപാടി ഭീകര വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി പിരിഞ്ഞു. കരിമ്പുഴ പൊമ്പറ കണ്ണിയർക്കാവ് പൂരം ആഘോഷിച്ചു. ദേശവേലകളുടെ എഴുന്നള്ളിപ്പ് നിറച്ചാർത്തായി.
രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് 2:30 മേളത്തിനു ശേഷം വൈകിട്ട് 4 ദേശവേലകളുടെ വരവ് ആരംഭിച്ചു. തുടർന്ന് ദേവസ്വം, കിഴക്കൻ, തെക്കൻ, വടക്കൻ വേലകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. സദനൻ രാമകൃഷ്ണൻ, സദനം ശിവകുമാർ എന്നിവരുടെ പാണ്ടിമേളവും ഉണ്ടായി. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം വേല കാവുകയറി. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. നൂതന സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പ്രാവർത്തികമാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയുടെ സഹായത്തോടെ സ്കൂളുകളിൽ ഇനി റോബോട്ടുകളും പഠിപ്പിക്കും. മലപ്പുറം ജില്ലയിൽ ആദ്യമായി പെരിന്തൽമണ്ണ പാതാക്കര AUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് റോബോട്ട് ക്ലാസ് എടുത്തു. ഏറ്റവും വലിയ രാജ്യകക്ഷിയാണ്. 1857 വിരുന്ന് പണിയായിരുന്ന ശ്രീപുരി കലാപം ചെറുതെളിയുന്നതിലൂടെയാണ് സ്വാതന്ത്ര്യ മത്സരത്തിന്റെ സംഭവം ആരംഭിച്ചത്. പഴശ്ശി പ്രകടമായിരുന്ന മെങ്ങോട്ട് ചെയ്തിരുന്ന സമരത്തിൽ ഇവർ ലക്ഷ്യവേദ്യമായി തുടരുകയായിരുന്നു. പക്ഷേ അത് ബന്ധസമയം തന്നെ സ്വീകരിച്ചപ്പോൾ നല്ല മറിച്ച് കൊടുക്കുന്നത് ഇന്നും കൂടുതൽ പ്രലോഭനത്തിൽ അറിയിച്ചു കഴിഞ്ഞവും ഇവരുടെ മുഴുകിയിലുള്ളത് ബ്രിട്ടീഷിനെ വീഴ്ത്താനുള്ള പ്രയത്നവും പീഡനവും ആവിഷ്കാര സ്വന്തവും സ്വകാര്യ ചെയ്തതും അതിനല്ല. വിവരസാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് വിദ്യാലയങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയും റോബോട്ടിക് ടെക്നോളജിയും പഠന സംവിധാനങ്ങളിൽ വിപ്ലവകരമായ മുന്നേറ്റമുണ്ടാക്കും. മലപ്പുറം ജില്ലയിൽ ആദ്യമായി പെരിന്തൽമണ്ണ പാതാക്കര AUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് റോബോട്ട് ക്ലാസ് എടുത്തു. ഭാവിയിൽ വ്യാപകമാകാൻ പോകുന്ന റോബോട്ടുകളും AI സാങ്കേതികവിദ്യയും സംബന്ധിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പരിചയപ്പെടുത്താൻ സ്കൂളിൽ റോബോട്ടിനെ പ്രദർശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് റോബോട്ട് ഉത്തരം നൽകി. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇത് പുതിയ അനുഭവമായി. ഞാൻ ആദ്യമായിട്ടാണ് റോബോട്ടിനെ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരും ചോദ്യം ചോദിച്ചതിന് ആൻസറും പറഞ്ഞു. അതിനെ പഠിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇന്ന് ഞങ്ങളെ സ്കൂളിൽ ഒരു റോബോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അത് ഞങ്ങൾക്ക് മറുപടി തന്നു. മാനവരാശിയുടെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന AI ടെക്നോളജിയും റോബോട്ടിക്സും നടപ്പിലാക്കുക വഴി പാതായിക്കര AUP സ്കൂള് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്നത് ഒരു വലിയ കുതിച്ചുത ചാട്ടം തന്നെയാണ്. എല്ലാ രക്ഷിതാക്കളും നാട്ടുകാരും നമ്മുടെ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കണം. നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ K ഉണ്ണികൃഷ്ണൻ റോബോട്ടുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് AI റോബോട്ട് സംവിധാനങ്ങൾ വിവരിച്ചു. ഭൗതിക സൗകര്യങ്ങളും അക്കാദമിക നിലവാരവും ഉയർത്തി വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം. അടുത്ത അധ്യയന വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിയുടെയും റോബോട്ടിക് ടെക്നോളജിയുടെയും പഠന ക്ലാസുകൾ ആരംഭിക്കുമെന്നും സ്കൂൾ മാനേജർ സുനിൽ ചെമ്പത്ത് പറഞ്ഞു. 2016 പാതാക്കര AUP സ്കൂൾ ഏറ്റെടുത്തതിന് ശേഷം ഞാനൊരു വിഷൻ അവതരിപ്പിച്ചിരുന്നു. ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി കൊടുക്കുക. അതിന് അക്കാദമിക നിലവാരവും ഭൗതിക സാഹചര്യവും കൂട്ടിയിണക്കി അത് വർദ്ധിപ്പിച്ച് കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് പാതായിക്കര AUP സ്കൂൾ പുതിയൊരു സ്റ്റെപ്പിലേക്ക് ഇന്ന് കടക്കുകയാണ്. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി കുട്ടികളെല്ലാം അക്കാദമിക നിലവാരത്തിൽ മെച്ചപ്പെടുത്തി വന്നപ്പോൾ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്ന് നമ്മുടെ സ്കൂളിലും അതിനുവേണ്ടി തുടക്കം കുറിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക് ടെക്നോളജിയുടെയും പഠന ക്ലാസുകൾ അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ കുട്ടികൾക്കും ഏർപ്പാടാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നമ്മുടെ സ്കൂളിൽ ഇന്ന് അരങ്ങേറുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, സ്കൂൾ പ്രധാനാധ്യാപകൻ AP ഷിബു, PTA പ്രസിഡന്റ് വിനോദ് പാവുംപാടത്ത്, മുൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അജിത് മോൻ, KPSM ജില്ലാ ട്രഷറർ ബിജു, കുറ്റാനിശ്ശേരി AUP സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം സ്റ്റെം റോബോട്ടിക് ഇന്റർനാഷണൽ വികസിപ്പിച്ചെടുത്ത റോബോട്ടാണ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നത്. സ്റ്റെം റോബോട്ടിക് CEO
രാജശേഖരൻ റോബോട്ടിന്റെ പ്രവർത്തനം പരിചയപ്പെടുത്തി. ഒരു ഇന്റർനാഷണൽ വാലിഡേഷൻ ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. അതായത് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 4ാം ക്ലാസ്സിലുള്ള കരിക്കുലം, 5ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് 5ാം ക്ലാസ്സിലുള്ള സിലബസ്, അങ്ങനെ 6, 7 ഓരോ ലെവലിലും ഓരോ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ നമ്മളിവിടെ നിന്ന് 7ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ച് AI താല്പര്യം ഉള്ള ഒരു കുട്ടി നാളെ 8, 9, 10 പിന്നെ കോളേജ് കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടി ഉറപ്പായിട്ടും ഒരു AI എക്സ്പേർട്ടായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ റോബോട്ട്സ് ഉണ്ടാക്കി പുറത്തോട്ട് കൊടുക്കുകയും എക്സ്പോർട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു തുടക്കമാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പഠന സമ്പ്രദായമാണ് ഇനി വരാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് LP, UP തലങ്ങളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അവബോധം ഉണ്ടാക്കുന്നതോടൊപ്പം ശാസ്ത്രപരമായ കഴിവുകളും വളർത്തിയെടുക്കാൻ സാധിക്കും. നമ്മുടെ വിദ്യാലയം ഈ വർഷം മുതൽ ഈ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. മുഴുവൻ കുട്ടികൾക്കും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ റോബോട്ടിക്സ് തരംഗം പഠിപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു റോബോട്ട് കുട്ടികളുടെ മുഴുവൻ ഒരു സന്തോഷത്തിനും അതുപോലെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന് കൂടി അവസരം നൽകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കിറ്റ് ഈ റോബോട്ടിക്സ് പഠനത്തിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലേക്ക് ഏകദേശം 15ഓളം കിറ്റുകൾ നമ്മൾ വാങ്ങുന്നു. നമ്മുടെ വിദ്യാലയം വളരെയധികം മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടാലന്റ് ലാബുമായി കൂട്ടിയിണക്കിക്കൊണ്ട് എല്ലാ ശനിയാഴ്ചയും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ഈ റോബോട്ടിക്സ് പഠനം കൂടി നമ്മൾ കൊണ്ടുവരാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടീച്ചിങ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, സ്കൂൾ പ്രവർത്തനങ്ങളും രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തൽ തുടങ്ങിയ വിവിധ കാര്യങ്ങളും റോബോട്ട് നിർവഹിക്കും. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം കുട്ടികളെ റോബോട്ടായിരിക്കും സ്കൂളിലേക്ക് സ്വീകരിക്കുക. പെർഫെക്റ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ 36ാം വാർഷികവും ആർട്ട് ഫെസ്റ്റും പെരിന്തൽമണ്ണ പട്ടിക്കാട് ക്യാമ്പസിൽ നടന്നു. വള്ളിക്കുന്ന് MLA P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. P. അബ്ദുൽ ഹമീദ് MLA പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പെർഫെക്റ്റ് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഉസ്മാൻ, നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ് ഇന്ന് ഈ കാണുന്ന സ്ഥാപനം. അത്രമാത്രം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒട്ടനവധി വൈതരണികൾ പിന്നിട്ടാണ് ഈ സ്ഥാപനം ഇന്നീ നിലയിലെത്തിയത്. പടച്ച തമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു സ്ഥാപനമായി ഈ പെർഫെക്റ്റ് മാറിക്കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ, അതാണ് ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കുമ്പോൾ ഉസ്മാൻ കാണിക്കുന്നൊരു പ്രത്യേകത. കാലഘട്ടത്തിൻ്റെ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കോഴ്സുകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. 8 കുട്ടികളിൽ തുടങ്ങിയപ്പോൾ ഈ സ്ഥാപനം ഇന്ന് 2000ഓളം കുട്ടികൾ വിവിധ സ്ഥാപനങ്ങളിലായി പഠിക്കുകയാണ്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷനായി. അൽകാമിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പുതിയ കെട്ടിടം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് നടന്ന ആർട്ട് ഫെസ്റ്റ് പ്രശസ്ത ഗായിക അസിൻ വെള്ളില ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ മുതിർന്ന വ്യക്തി CV സദാശിവൻ മാഷിനെ ചടങ്ങിൽ ആദരിച്ചു. സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ K. ഉസ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വെട്ടത്തൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N. ഉസ്മാൻ, പ്രിൻസിപ്പൽ ഡോക്ടർ അഷ്റഫ് ആലുങ്ങൽ, ജനറൽ മാനേജർ KM സൂപ്പി, ലീന ടീച്ചർ, അർജുൻ TS, CT നിഫാദ്, C. അനീഷ്, അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. പെരുന്നാളിനോട് അനുബന്ധിച്ച് നടന്ന ഫെസ്റ്റിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇനി ഷോർട്ട് ന്യൂസ്. പട്ടാമ്പി അണ്ടലാടിയിൽ എമ്പ്രാന്തിരി ക്ഷേമസഭ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടന്നു.
യൂണിറ്റിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. പട്ടാമ്പി അണ്ടലാടിയിലുള്ള എമ്രാന്തരി ക്ഷേമസഭ ആസ്ഥാന മന്ദിരത്തിലാണ് എമ്രാന്തരി ക്ഷേമസഭ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത്. NSS ഒറ്റപ്പാലം താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി പി പുഷ്പലത യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാത്തിനും മറ്റൊരു ശക്തി, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുടെ ഉണ്ട് എന്നൊരു തീരുമാനത്തിൽ, ഒരു വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയിരുന്നു. ഇപ്പോ അങ്ങനെയില്ല, നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ നടപ്പാക്കുന്നു എന്നുള്ള ഒരു ധാരണ എത്തിയിട്ടുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം ഇപ്പോഴും അതൊന്നുമല്ല. ആ അദൃശ്യകരങ്ങൾ തന്നെയാണ് നമ്മളെ തലോടുന്നതും തല്ലുന്നതും സാന്ത്വനിപ്പിക്കുന്നതുമെല്ലാം. ജനറൽ സെക്രട്ടറി കെ നാരായണൻ റിപ്പോർട്ടും ഗജാഞ്ചി നാരായണൻ വരവ് ചെലവ് കണക്കും, മോഹൻ കണ്ണാട്ടുമടം ബജറ്റ് അവതരണവും നടത്തി. രാജേഷ് എമ്പ്രാന്തിരി മുഖ്യപ്രഭാഷണം നടത്തി. വെങ്കടേശൻ എമ്പ്രാന്തിരി, വാസുദേവൻ എമ്പ്രാന്തിരി, പ്രവീൺ എമ്പ്രാന്തിരി, തുളസി, പ്രീത, ജയരാമൻ, സഭാ പ്രസിഡന്റ് IM ഉണ്ണി എന്നിവർ സംസാരിച്ചു. ക്ഷേമസഭാ യൂണിറ്റിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിത്വങ്ങളെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. ക്ഷേമസഭയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നാഷണൽ എക്സ് സർവീസ്മെൻ കോഓർഡിനേഷൻ കമ്മിറ്റി അമ്പലപ്പാറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മൗനജാഥ സംഘടിപ്പിച്ചു. വിമുക്ത ഭടഭവനിൽ നിന്നും ആരംഭിച്ച ജാഥയിൽ നാട്ടുകാരും പങ്കെടുത്തു. യൂണിറ്റ് പ്രസിഡന്റ് ബാലഗോപാൽ, വൈസ് പ്രസിഡന്റ് ഉണ്ണി പുറക്കാട്, കുമാരൻ കല്ലിങ്കൽ, സെക്രട്ടറി കൃഷ്ണൻകുട്ടി, ലഫ്റ്റനന്റ് കേണൽ മുരളീദാസ് എന്നിവർ നേതൃത്വം നൽകി. കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ അപലപിച്ചും കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയും ചെർപ്പളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗം സംഘടിപ്പിച്ചു. നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പി ജയൻ, കവിത ജയൻ, മുഹമ്മദ് അലി മാട്ടറ, സുമയ്യ അഷ്റഫ്, ജെ ജാബിർ, എ രാമകൃഷ്ണൻ, ബിജുമോൻ പന്തിരുകുലം, എ രാജഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പം മതം പിന്നെ ഒരു വ്യക്തിപരമായ കാര്യത്തിനപ്പുറത്തേക്ക് മതവും രാഷ്ട്രീയവും അത് അപകടം. ഏത് പാർട്ടിയാണെന്ന് മതവും രാഷ്ട്രീയം കൂട്ടിക്കലർന്ന രാജ്യത്ത് കുഴപ്പമുണ്ടാകും. അപ്പം മതത്തിനല്ല കുഴപ്പം, മതക്കാർക്കാ കുഴപ്പം. അതൊരു ടൂളായിട്ട്, അതൊരു ഉപകരണമായിട്ട് എപ്പോൾ ഉപയോഗിക്കുമ്പോൾ അത് രാജ്യത്ത് ഗുണം ചെയ്യില്ല. ഇവിടെ നമുക്കുണ്ടായൊരു ഗുണം എന്താ വെച്ചാൽ ഈ പിന്നെ പാക് ഭീകരവാദികൾ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കാനാണ്. അത് മതം ചോദിച്ച് വെടിയിച്ചു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ നേതൃയോഗം പെരിന്തൽമണ്ണയിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് റൂയേഷ് കോഴിശ്ശേരി യോഗം ഉദ്ഘാടനം ചെയ്തു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ യോഗം അനുശോചിച്ചു. സംസ്ഥാന സെക്രട്ടറി മജീദ് PP മുഖ്യപ്രഭാഷണം നടത്തി. രാജൻ പിണറായി വിശദീകരണ പ്രസംഗം നടത്തി. സുദർശൻ ആലുങ്ങൽ, ജയൻ PS, ഷീജ എടപ്പാൾ, അബ്ദുൾ റഹ്മാൻ, അബ്ദുള്ളക്കുട്ടി, ഫൈസൽ പട്ടിക്കാട്, സദാനന്ദൻ, ശബരീഷ്, ഷിബു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ടാറിംഗ് പൂർത്തിയായി 4 ദിവസത്തിനകം തന്നെ റോഡ് തകർന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. ചെർപ്പളശ്ശേരി വെള്ളോട്ടുകുറിശി റോഡാണ് പണി പൂർത്തിയായി കൊണ്ടിരിക്കെ ഒരു ഭാഗം തകർന്നത്. പ്രവൃത്തികളിൽ വീഴ്ചയെന്ന് നാട്ടുകാർ. പട്ടാമ്പി മണ്ഡലത്തിൽ MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന മാനസമിത്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം. കാലിക പ്രസക്തിയുള്ള പദ്ധതിയെന്ന് ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി ശിവൻകുട്ടി. ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുക 11 വിദ്യാലയങ്ങളിൽ. ജർമ്മൻ ടെക്നോളജിയിൽ മലപ്പുറം ജില്ലയിലെ ആദ്യ റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പാണ്ടിക്കാട് വള്ളുവങ്ങാട് പാലം തറിപ്പടി കാളങ്കാവ് റോഡാണ് 5 കോടി രൂപ ചെലവഴിച്ച് ജർമ്മൻ ടെക്നോളജിയിൽ നവീകരിക്കുന്നത്. വനിതകളുടെ മികവുകൾ അവതരിപ്പിച്ച് പെരിന്തൽമണ്ണയിൽ ലാ ഫെസ്റ്റ സമാപിച്ചു. വനിതാ കൂട്ടായ്മയായ കൂടെ സംഘടിപ്പിച്ച പരിപാടിയിൽ നടന്നത് വൈവിധ്യമാർന്ന പ്രദർശനങ്ങളും അവതരണവും. ഒറ്റപ്പാലം പാലപ്പുറം മാരിയമ്മൻ ക്ഷേത്രത്തിൽ പൂജാ മഹോത്സവം മെയ് 5 മുതൽ. 3 വർഷത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.